Hello guys, welcome back to the video video. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി ഹ്യൂജ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് വീട്ടിൽ കിട്ടിയിരിക്കും. യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടൊന്നും തോന്നുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഇപ്രാവശ്യം എറിഞ്ഞൊന്നും തരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലെ എറിഞ്ഞ് തറയിലൊക്കെ വീഴുന്നു, പിന്നെ കുളമായി, പിന്നെ അത് പിന്നെ കട്ട് ചെയ്ത് പിന്നെ എഡിറ്റ് ചെയ്ത് അതിനൊക്കെ കാലം നല്ല നമ്മൾ ഡയറക്റ്റ്ലി ആ പ്രോഡക്റ്റ് കൈകൊണ്ട് എടുക്കുന്നതാണ്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഓണ കിറ്റാണ് ഗൈസ്, ഓണ കിറ്റ്. അപ്പം ശരിക്കും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് ഈ അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വന്ന പ്രോഡക്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സ്പെഷ്യൽ ഓണ കിറ്റാണ് ഗൈസ്. അപ്പം നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ് ഈ ഒരു ഓണ കിറ്റ്. ഈ ഒരു ഓണ കിറ്റിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ കേട്ടത് ഈ ഒരു ഓണ കിറ്റിൻ്റെ അകത്ത് നമുക്ക് ഉപ്പേരി ഉണ്ട്, പിന്നെ ചിപ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ഒരു ഓണ കിറ്റ് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗൈസ് നമുക്ക് നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നതെന്ന് പറയാം. ഒരു തുണിയിലൊരു കവറിലാണ് വരുന്നത്. അതിന് നമ്മളുടെ ഗവൺമെൻറ്റിന് ഒരു തംസപ്പ് കൊടുക്കാം. എന്തായാലും ഒരു തുണിയിലൊരു കവർ എന്തായാലും നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് നല്ലൊരു സ്ട്രോങ് കവറാണെന്നാണ് തോന്നുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല ഗൈസ്, ഒരു കവർ തന്നെയല്ലോ. നമുക്കിതിൻ്റെ അകത്തത്തെ സാധനങ്ങളാണ് കാണാനുള്ളത്. ഇനി നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഒരു കെട്ടൊക്കെ ഉണ്ട്. കെട്ട് വലിയൊരു കെട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനമുണ്ട്. ഞാൻ കാണിച്ചു തരില്ല, ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു സഞ്ചി സൈഡിലോട്ട് വെക്കാം ഗൈസ്. സൈഡിലോട്ട് വെക്കണോ അതോ സെൻറ്ററിലോട്ട് വെക്കണോ? കുഴപ്പമില്ല, സെൻറ്ററിലോട്ട് വയ്ക്കാം. അപ്പം ഗൈസ് നല്ല ഷേക്കൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കുക ഗൈസ്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് തന്നെയാണ്. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ശബരി എന്ന് പറയുന്നൊരു കമ്പനിയുടെ ഒരു ആട്ടയാണ്. ചക്കി ഫ്രഷ് ആട്ട എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ശബരി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ്. കണ്ടിട്ട് കവറും പാക്കേജും കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെന്നാണ് തോന്നുന്നത്. സാധാരണ എല്ലാ കിറ്റിലും വരുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാം, വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാം ഗൈസ്. അപ്പം നമുക്ക് ഇതൊന്ന് മാറ്റാം. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു പ്രോഡക്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രോഡക്റ്റ് അല്ല ഗൈസ്, കുറേ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ശബരിയിൽ തന്നെ ഒരു അടിപൊളി ഒരു സോപ്പാണ്. സോപ്പ് ഇത് ടെർമറിൻ്റെയാണ്. ടെർമറിൻ്റ് ആൻഡ് ക്രീം എന്ന് പറയുന്ന ഒരു ഫ്ലേവറിലൊരു സോപ്പാണ്. എന്തായാലും ഗൈസ് അടിപൊളി സോപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് കുളിക്കാനുള്ളൊരു സോപ്പാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ ഓരോന്നായിട്ടാണ് നോക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ് പയറാണ് ഗൈസ്. പയർ, ദിസ് ഇസ് പ്രോട്ടീൻ ഗൈസ്, പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ഇതിൽ പയർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം പയറിൽ എഴുതിയിട്ടുള്ളത് സപ്ലൈകോ. അപ്പോൾ ഗൈസ് ഇത് സപ്ലൈകോ പ്രോഡക്റ്റ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. എനിവേയ്സ് പയറാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് പയർ തോരൻ എക്സെട്ര ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്, നോക്കൂ ഗൈസ്, ശ്രദ്ധിച്ച് നോക്കൂ. ഇതെന്താണ്? കാഷ്യൂനട്ടാണ് ഗ്യാസ്, കാഷ്യൂനട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാഷ്യൂനട്ട് ഉപയോഗിച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഗൈസ്. അപ്പം കാഷ്യൂനട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നല്ല കാഷ്യൂനട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഗൈസ്. അപ്പം ഇനി അഞ്ചാമത് ആറാമതൊന്നും പറയുന്നില്ല ഗൈസ്, ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. കൈ കിട്ടുന്നത് തന്നെ ആദ്യം എടുക്കാം ഗൈസ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ് ഏലക്കയാണ് ഗൈസ്. അപ്പം ഏലക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. അപ്പം ഏലക്ക നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ 10 രൂപ പാക്കറ്റിലൊക്കെ വാങ്ങുന്നതിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മളുടെ കിറ്റ് നമുക്ക് കയ്യിൽ എന്താണ് കിട്ടുന്നത് നോക്കാം ഗൈസ്. ഇതാണ് ഗൈസ് സാധനം. ഇതിൻ്റെ പേര് മറന്നു. ഇതിൻ്റെ പേരെന്തോന്നു?
ഇത് ബർമിസ് അരി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പായസത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ ഒരു സാധനമാണ്, പേരൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞു. പേര് നിങ്ങൾക്ക് സേമിയം നമുക്ക് സേമിയം പായസമൊക്കെ ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് അടിപൊളി സേമിയം പായസമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ്, നോക്കൂ ഗൈസ്, മഞ്ഞൾപ്പൊടി. ഇത് നമ്മൾ നേരത്തെ കണ്ട ബ്രാൻഡിൻ്റെ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഗൈസ്. ശബരി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഗൈസ്. അപ്പം ക്വാണ്ടിറ്റി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയുള്ളൊരു ക്വാണ്ടിറ്റി തന്നെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് വരുന്നത് 100 ഗ്രാം തന്നെയാണ് ഗൈസ്. അടിപൊളിയാണ്. നമുക്ക് എന്തായാലും മഞ്ഞൾപ്പൊടി കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഗൈസ്, ഇത് കടലപ്പരിപ്പാണ് ഗൈസ്. കടലപ്പരിപ്പ് ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഇത് ഏത് കമ്പനിയാണ് ഗൈസ്? അപ്പോൾ ഇത് സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന കടലപ്പരിപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് നോക്കാം ഗൈസ്. അടുത്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോറാക്കുന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ ഇതിൽ ഓരോ സാധനം ഓരോന്നായിട്ട് നമ്മൾ നോക്കുകയാണ് ഗൈസ്. അപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ശബരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മുളക് പൊടിയാണ് ഗൈസ്. മുളക് പൊടി. ഓക്കെ ഗൈസ്, പ്രൈസിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ഗൈസ്. ദിസ് ഇസ് ദ വൺ പ്രോഡക്റ്റ്, കടുക്. അതേസമയം ഈ ഒരു കടുക് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാമെന്ന് അറിയാമല്ലേ? മിക്ക കറികളിലും കടുക് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കടുക് യൂസ് ചെയ്യാത്ത കറികൾ കുറവാണ്. അപ്പം ഇതും നമുക്ക് കിട്ടുന്നത് സപ്ലൈകോയിൽ നിന്ന് തന്നെയാണ്. ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്, ഇവിടെ കോയി ഉണ്ട്. അപ്പോൾ ഇത് സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റാണ്. ഓക്കെ, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് നോക്കാം. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് ഗൈസ്, ഷുഗർ. അപ്പം ഇതും നമുക്ക് കിട്ടുന്നത് സപ്ലൈകോയിൽ നിന്ന് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇതൊരു 2 കിലോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ 2 കിലോ ഉണ്ടെന്നാണ് തോന്നുന്നത്. 2 കിലോ ഉണ്ട് ഗൈസ്. അപ്പം 2 കിലോ നമുക്ക് 2 കിലോ വരെ പഞ്ചസാരയും കൂടെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് വേറെ എന്തോ ഉണ്ട്. ഓക്കെ വരൂ ഗൈസ്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഗൈസ് വെളിച്ചെണ്ണയാണ് ഗൈസ്. വെളിച്ചെണ്ണ ശബരി എന്ന് പറയുന്നൊരു കമ്പനിയിലെ ഒരു ആക്മാർക്ക് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയാണ് കിട്ടിയിരിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണെന്ന് തോന്നുന്നു. ശബരി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത് എന്താണാവോ എന്തോ നമുക്ക് നോക്കാം ഗൈസ്. ഇതെന്താണ് ഗൈസ്? തേയിലയാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം തേയിലയാണ്. ഇതെന്താ ഗൈസ് ഇങ്ങനത്തെ ഒരു പാക്കേജിൽ വരുന്നത്? കുഴപ്പമില്ല, തേയിലയാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നു. ഇത് ശബരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. സപ്ലൈകോയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സപ്ലൈകോയിൻ്റെ ശബരി എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗൈസ്, അപ്പോൾ ഇതും തേയിലയാണോ ഗൈസ്? ഇതും തേയിലയാണ് ഗൈസ്. ഇതും നമുക്ക് ശബരി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ തേയിലയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 പാക്കറ്റ് തേയില ഉണ്ടോ? 2 പാക്കറ്റ് തേയില ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇത് 2 ശബരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അതും സപ്ലൈകോയിൽ നിന്ന് കിട്ടുന്നതാണ്. ജസ്റ്റ് മാറ്റി വയ്ക്കുക ഗൈസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വേറെ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി ഒരു സാധനം കൂടെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഗൈസ്. ലാസ്റ്റ് പ്രോഡക്റ്റാണ് ഗൈസ്. ഇത് മെൽമയുടെ നെയ്യാണ് ഗൈസ്. ഇത് എത്ര ഗ്രാമാണെന്ന് അറിഞ്ഞൂടാ. നമ്മളൊന്ന് ജസ്റ്റ് നോക്കാം എത്ര ഗ്രാമാണെന്ന് ഗൈസ്. ഗ്രാം എവിടെയാണെന്നൊന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. എന്തായാലും നമുക്കൊരു നെയ്യ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഉപ്പേരിയും അതുപോലെ തന്നെ വേറെന്താ ചിപ്സും. ഈ ഒരു ഉപ്പേരിയും ചിപ്സും നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമുക്ക് നോക്കാം
നമ്മളുടെ ഓണക്കിറ്റ് ഇതാ ഇവിടെ തീർന്നിരിക്കുകയാണ്. വേറെ എൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല ഗൈസ്, ഒന്നുമില്ല ഗൈസ്. നമ്മളെ പറ്റിച്ചു ഗൈസ്, നമ്മളെ പറ്റിച്ചു. കുറേ പൊടി മാത്രമുണ്ട് ഗൈസ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ നോക്കിക്കോ, ഇവിടെ കുറച്ച് പൊടി മാത്രമുണ്ട്. അപ്പം എനിക്ക് ഗൈസ് ഓണക്കിറ്റിൻ്റെ കൂടെ എനിക്ക് ചിപ്സും അതുപോലെ തന്നെ ഉപ്പേരിയും കിട്ടിയില്ല ഗൈസ്. ബാക്കി എല്ലാ സാധനങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം ചിപ്സും ഉപ്പേരിയും എൻ്റെ ഓണക്കിറ്റിലില്ല. ഇനി BPL കാർഡുകാർക്ക് മാത്രമാണോ ഈ ഇത് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഐ എം വെരി സാഡ് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രോഡക്റ്റും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 14ഓളം പ്രോഡക്റ്റ്സ് നമ്മളുടെ ഓണക്കിറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് കുറച്ച് വിഷമമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. എനിക്ക് ഉപ്പേരിയും ചിപ്സും കിട്ടിയില്ല ഗൈസ്. ഞാൻ അതിന് വേണ്ടിയാണ് ഈ ഒരു ഓണക്കിറ്റ് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി വാങ്ങിയത്. പക്ഷേ കിട്ടിയില്ല ഗൈസ്. രാവിലെ 9:30 പോയി വാങ്ങിയതാണ് ഗൈസ്. തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരത്തെ പോയി വാങ്ങിയിട്ട് ഉപ്പേരിയും ചിപ്സും കിട്ടിയില്ല ഗൈസ്. ഉപ്പേരിയും ചിപ്സും ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ശർക്കരയും പപ്പടവും ഇല്ലായിരുന്നു. പപ്പടം എൻ്റെ ഫേവററ്റ് ആണ്, പക്ഷേ പപ്പടവും ഇല്ലായിരുന്നു. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കിറ്റാണ്. എല്ലാ മാസവും ഫ്രീ കിറ്റുണ്ട്. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഇത്രയും സാധനം അതിൽ കിട്ടിയില്ല ഗൈസ്. ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയുക ഗൈസ്. നിങ്ങളുടെ വീട്ടിൽ ഓണക്കിറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയെന്ന് നിങ്ങളെല്ലാം പറയുക. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഉപ്പേരിയും ചിപ്സും കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ തരണം ഗൈസ്. എന്ന് ചോദിച്ചാൽ എനിക്ക് ഉപ്പേരിയും ചിപ്സും കിട്ടിയില്ല, ബാക്കി എല്ലാവർക്കും കിട്ടി ഗൈസ്. എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ അടിച്ച് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ വീഡിയോ എൻഡ് ചെയ്യുകയാണ്.